നമ്മൾ പഠിക്കാൻ പോകണം. അപ്പോൾ നമ്മുടെ പ്രധാനമായിട്ട് വരുന്നത് നമ്മുടെ ടാപ്പിൽ ഇങ്ങനെ സ്ട്രിപ്പ് ചെയ്യാം. സ്ട്രിപ്പായിട്ട് വെള്ളം പോവുക. ഇത് എത്ര ടൈറ്റ് ചെയ്താലും അടയത്തും. അപ്പോൾ ഒരാൾ ഒരു പ്ലംബറിനെ വിളിച്ചപ്പോൾ അയാൾ വന്ന് എന്തോ ചെയ്തു, എന്തോ ചെയ്യണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പൈസ ചോദിച്ചു. കുറേ ഉണ്ടായിരുന്നു, അപ്പോൾ ഈ വിളിച്ച ആള് ചോദിച്ചു എന്തിനാ ഇത്രയും പൈസ ചോദിച്ചു. അയാൾ പറഞ്ഞു ഞാൻ ഡോക്ടറായി എനിക്ക് ഇത്രയും പൈസ ശമ്പളം കിട്ടുന്നില്ല. അപ്പൊ പറഞ്ഞു അത് കാരണമാണ് ഞാൻ നിങ്ങളുടെ ഈ ജോലി വിട്ടിട്ട് ഈ പണിക്ക് ഇറങ്ങിയത്. ടാപ്പ് കൊടുത്ത് വെള്ളം ഇവിടെ എത്തിക്കണം. അത് വേറെ ടാങ്കിലാണ് ഇടാനുള്ളത്. പിന്നെ ആദ്യം ഇത് ചെയ്യുന്നവർക്ക് ഇതിൽ എവിടെയൊക്കെ ഏതൊക്കെ വണ്ണമാണ് അടുക്കളക്കകത്തുള്ളത്. കുറച്ചുകൂടെ ഡ്രെയിനേജ് സിസ്റ്റത്തിലും നമ്മുടെ ബാത്റൂമിൽ നിന്ന് വെള്ളം ഔട്ട്ലെറ്റിലേക്ക് പോകാനും ഒക്കെയാണ്. ഓക്കെ, ഞാൻ പിടിച്ചോ. നേരെ വെച്ച് പതുക്കെ പതുക്കെ കൂടെ വെള്ളം ലീക്ക് ചെയ്യും. അതല്ല, അത് ഫിറ്റ് ചെയ്ത് എനിക്ക് പറയാം. ഇനിയും പിന്നെ സ്ക്രൂ ഉള്ളിടത്തെല്ലാം എന്ത് ചെയ്യണം? ടഫ്ലോൺ ഇടാൻ മറക്കരുത്. പ്രസ് ചെയ്താൽ അത് കിടന്ന് മൂവി എത്തുകയാണ്. ഗ്ലൂ ഏതെന്നറിയാമല്ലോ. ഇതാണ് സാധനം. കാണിക്കാം. കാര്യം നമ്മളിപ്പോൾ ഗ്ലൂ വെച്ച് ഒട്ടിക്കുന്നില്ല. കാര്യം ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഇതിന് ഇവിടെ ഇങ്ങനെ ഊരി വരും. ഇതിനിടയ്ക്ക് ഒരു വാഷറുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം രണ്ട് തരം. ഒന്ന് കിണറിൽ നിന്ന് നമ്മൾ വെള്ളം ഫിൽറ്ററിനേക്കാൾ ഇത് എൻഡ് ക്യാപ്പ് എന്ന് പറയും. എൻഡ് ക്യാപ്പ് നമ്മൾ എവിടെയെങ്കിലും ഒരു ലീക്ക് വന്നാൽ നമ്മൾ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ആദ്യം തന്നെ എൻഡ് ക്യാപ്പ് ഉണ്ടാക്കുന്നത്. ഇല്ലെങ്കിൽ അവിടെ പ്രശ്നം എന്താ? വീട് മുഴുവൻ വെള്ളമാണ്. നമ്മൾ ഇതിനെ സക്ക് ചെയ്തെടുക്കണം. അതാണല്ലോ പമ്പ് ചെയ്യുന്നത്, മോട്ടർ ചെയ്യുന്നത്. മോട്ടർ സക്ക് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങോട്ടെടുക്കുമ്പോൾ ഇതിവിടെ നിന്ന് തുറന്ന് നിന്ന് കൊടുക്കും. ഇതിവിടെ തുറക്കും. അത് ഓപ്പൺ. നമ്മുടെ സ്വന്തം സ്കില്ല് കണ്ടുപിടിച്ച് ഒരു റിയൽ ഇൻഡസ്ട്രി എക്സ്പീരിയൻസോടുകൂടി പഠിക്കാനുള്ള സാധ്യതകൾ കണ്ടുപിടിക്കണം. ടെക്നോളജി പഠനത്തോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ലീഡർഷിപ്പ് സ്കിൽസ്, ഓണ്ടർപ്രണർഷിപ്പ് സ്കിൽസ്, ഇങ്ങനെ പലയധികം സ്കിൽസിലും എനിക്ക് പരിശീലനം കിട്ടി. കുട്ടിക്കാലത്ത് എല്ലാം പറയുമല്ലോ, കുട്ടിക്കാലത്ത് ഞങ്ങൾ ഈ കളിപ്പാട്ടങ്ങളൊന്നും വാങ്ങിച്ചിരുന്നില്ല, ആരും വാങ്ങിച്ച് തന്നിരുന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഉണ്ടാക്കി, ഞങ്ങൾ തന്നെ കളിക്കേ പറ്റൂ. ഞങ്ങൾ തന്നെ മോട്ടോർ കോർഡിനേഷൻ, ഈ കോർഡിനേഷനൊക്കെ കറക്റ്റായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓലമടയാനടക്കം പറ്റുള്ളൂ. ഒന്നെടുത്തു, അടുത്തെടുത്തു, അടുത്തെടുത്തു, നെക്സ്റ്റ് എടുത്തു, അതിനടിയിൽ സർ 3 മാത്രം എന്തിനാ എടുക്കണം? എടുത്തു, മൂന്നാമത്തെ വിട്ടു, നാലാമത്തെ എടുത്തു, അഞ്ചാമത്തെ വിട്ടു, ആറാമത്തേത് എടുത്ത് മടക്കി ഈ 1-ന്റെ 2-ന്റെ അടിയിലോട്ട് കയറി. എന്നിട്ട് അടുത്ത് എന്ത് ചെയ്യും? ഇതും പൊട്ടിക്കാം. അത് ഞങ്ങൾക്ക് വീശാം. 3 പേരും കൂടെ എന്നിട്ട് തിരിച്ചു നോക്കി വക്ക്.
ഇത് ആറിനോ ബോള് നേരെ ഓപ്പോസിറ്റ് ആണോ അത് വെച്ചിരിക്കുന്നത്? നേരെ ഓപ്പോസിറ്റ് ആണോ? അവിടെ ഒരു